അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഐ ഗ്രീറ്റ് യു ഓൾ. ജഡ്സനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. ജഡ്സൻ്റെ ബ്രദർ ജോബിൻ, അവരെല്ലാവരും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവരാണ്. ഈ ടീമിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യൂത്ത് അവേക്ക്, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരെല്ലാവരും ഒരു ടീം പോലെ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുകയും ഒത്തിരി മീറ്റിങ്ങുകൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരുടെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം കർത്താവ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിയിലും ഞാനിങ്ങനെ മൈക്കുമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളോട് പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ in the very beginning, make this a prayer, let Holy Spirit speak to you. ആ കർത്താവ് എന്തെങ്കിലും ഇന്ന് രാത്രി പറഞ്ഞാൽ അത് ലൈഫിനെ ചേഞ്ച് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്യും. ആൻഡ് യു വിൽ നെവർ ബി ദ സെയിം. അങ്ങനെ ഒരു ഉറപ്പുള്ളവർ ഒന്ന് കർത്താവിനൊന്ന് ഓൾറെഡി ഒന്ന് താങ്ക്സ് പറഞ്ഞ്, കർത്താവ് യേശുവെ നന്ദി. ആത്മാവിൽ അങ്ങനെ നന്ദി പറയാൻ പറ്റുന്ന അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുന്ന കൂട്ടുകാർ അങ്ങനെ തന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ നിങ്ങളായിരിക്കുന്ന മുറികളിൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ ഒരു ചെറിയ ചിന്ത ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതിനൊരു തലക്കെട്ടുണ്ട്, ദർശനം ഉള്ളവരായിരിക്കുക. ഹാവ് എ വിഷൻ, ഹാവ് എ വിഷൻ. ഇന്ന് രാത്രിയിൽ ആ തീമിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന പോലെ കൂട്ടുകാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, വലിയ മെസ്സേജ് ആയിട്ടല്ല, പക്ഷെ ഞാൻ എൻ്റെ ഹൃദയം ഒന്ന് തുറക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദർശനം ഉള്ളവരായിരിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു വാക്യം, യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അതിനുശേഷമോ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. എൻ്റെ വേർഷനിൽ ഇത് എഴുതിയിരിക്കുന്നു, ഇറ്റ് വിൽ കം അബൌട്ട് ആഫ്റ്റർ ദിസ് that I will pour out my spirit on all mankind, and your sons and your daughters will prophesy, your old men will dream dreams, your young men will see visions. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ ഒരു നദി പോലെ എഴുതി വെച്ചിരിക്കുന്നതിൽ ഒരു വാക്ക് ഞാൻ എടുക്കുക, your young men shall see visions. ഞാൻ ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പറയാം, your young men and women, girls and boys, you will see visions. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രിയ അനിയന്മാർ, അനിയത്തിമാർ, ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം നിങ്ങളോട് മനസ്സ് തുറന്ന് പറയും. ഈ രാത്രിയിലെ മീറ്റിംഗ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലർക്ക് ലൈഫ് ചേഞ്ചിങ് വിഷൻ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂത്ത് അവേക്കിനെ പറ്റി പ്രാർത്ഥിക്കുമ്പോഴും ആ ചിന്ത വരുമ്പോഴും പ്രിയ സ്നേഹിതരെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മീറ്റിംഗ് ഒരു സാധാരണ ഒരു മീറ്റിംഗ് വിജയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് അല്ല. If you are listening to me on Facebook, this is not an ordinary meeting. This is a group of prayerful youngsters. They are coordinating this only because of Holy Spirit and His guidance. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഗൈഡൻസിൽ ഞാൻ ഈ മീറ്റിംഗ് നടക്കുന്നു എന്നറിയുക. പക്ഷെ അതിനോടൊപ്പം ഓർക്കണം, യൂത്ത് അവേക്ക് ഒരു സീരീസ് ഓഫ് മീറ്റിംഗ് ആയിട്ട് നടക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. മറിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നടന്നാൽ ദാറ്റ്സ് ഇറ്റ്. വരുന്ന ദിവസങ്ങളിൽ അത് ഫുൾഫിൽ ആയാൽ അത് തന്നെ. ഞാനിത് പറയുമ്പോൾ അവേക്ക് എന്ന പദം അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, അത് സീരീസ് ഓഫ് അവേക്കനിങ് നടക്കും. പക്ഷെ നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അവേക്കനിങ് ഉണ്ട്, ഒരു പെന്റക്കോസ്റ്റ് ഉണ്ട്, ഒരു റിവൈവൽ ഉണ്ട്. അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. കൂട്ടുകാരറിയണം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സംഭവിച്ച പെന്തക്കോസ്ത് നാൾ 120 പേരെ നിറച്ചപ്പോൾ ഇതേ വാക്യമായി എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഫുൾഫിൽമെന്റ് അവരുടെ ലൈഫിൽ നടന്നപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വീണ്ടും ആ 120 പേർ കാത്തിരുന്നില്ല. ഇല്ല, 3 എന്നല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ എങ്ങും ഇല്ല, ശിഷ്യന്മാരുടെ ചരിത്രത്തിലെങ്ങും അവർ വീണ്ടും ഒരു പെന്തക്കോസ്ത് നാളിന് വേണ്ടി കാത്തിരുന്നില്ല. ഞാൻ പറയുന്നത് ചിലർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു അവേക്കനിങ് നിന്റെ ലൈഫിൽ സ്വർഗം തന്നാൽ അതിൽ നീ പിടിച്ചു കയറണം. ഹല്ലേലൂയ. നമ്മളിൽ പലരും ഒരു നെക്സ്റ്റ് ഇയർ സെയിം ടൈം അതെ ഒന്നുകൂടൊന്ന് അവേക്കൻ ആകുന്ന ആ ശീലമുള്ളവരാണ്. ഞാനിത് പറയുമ്പോൾ that's a trend in our community.
in our youth camps and all, whenever we gather together, we wait for the next meeting to happen. ഇല്ല, ഇന്ന് രാത്രിയിൽ പറഞ്ഞേ, കർത്താവേ, അടുത്തൊരു മീറ്റിംഗ് അല്ല, ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് സംഭവിക്കണം. ഞാനിത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യൂത്ത് ക്യാമ്പിനൊക്കെ പോയപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഒരു ചിന്ത ഉള്ളത് കാരണം ഓൾട്ടർ കോളുകളെ നെഗ്ലക്ട് ചെയ്തവരുണ്ട്, ഡിസിഷൻസ് മാറ്റിവെച്ചവരുണ്ട്. ഇന്ന് ഈ വർഷം നമുക്കറിയാം, ഈ വർഷം നമുക്ക് അങ്ങനെ ഒന്നും കൂടാൻ പറ്റുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നിനക്ക് തരുന്ന അവസരങ്ങൾ, നിനക്ക് ജീവിതത്തിൽ തരുന്ന അവേക്കനിങ്ങിനെ നീ അപ്പോൾ തന്നെ പിടിക്കുക. ഹല്ലേലൂയ. അതിനകത്ത് സ്വർഗം നിന്നെ മുമ്പോട്ട് നയിക്കുന്നത് ലൈഫ് ചേഞ്ചിങ് ഒരു വിഷനിലൂടെ ആയിരിക്കും. കുറച്ചുകൂടെ എൻ്റെ ആവേശം കാരണമാകട്ടെ ഈ വാക്കുകൾ കൂടുന്നത്. കാരണം ഇത് നിങ്ങളുടെ അസ്ഥികളിൽ പിടിച്ചാൽ നിങ്ങൾ റെസ്റ്റ്ലെസ് ആവും. കാരണം വിഷൻ വിൽ മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ജോസഫിന്റെ ജീവിതത്തെ ഡിഫറൻസിലേക്ക് കൊണ്ടുപോയത് അവന്റെ കുപ്പായമല്ല, അവന്റെ വീട്ടിലെ പട്ടുമെത്തയല്ല, അവന്റെ ജീവിതത്തിലെ ദർശനമായിരുന്നു അവനെ മുമ്പോട്ട് നയിച്ചത്. ഒരു പൊട്ടനെ പോലെ നോഹ ഇറങ്ങി നിന്ന് പെട്ടകം പണിതത് അവന് മറ്റോ കതിരമരം കൊണ്ട് പെട്ടകം പണിയാനുള്ള ആവേശമല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ സ്വർഗം പകർന്നൊരു ദർശനമുണ്ട്. ആ ഒരൊറ്റ വിഷനാ ആ ദൈവ മനുഷ്യന്റെ ജീവിതം തീരുമാനിച്ചത്. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ഓരോ സമയത്തും ഗൈഡൻസ് ഉണ്ടെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ നീ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞ ഒരൊറ്റ കോളിലാണ് അബ്രഹാം ഇറങ്ങിയത്. അതാണ് അവന്റെ ജീവിതത്തിലെ ഡിസിഷൻ ഉണ്ടായ ആ ടൈം. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട ഓരോ ദൈവ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. അവർ പിന്നെ നെക്സ്റ്റ് ഒരു എൻകൗണ്ടറിന് വേണ്ടി കാത്തിരിക്കല്ല, അതിനെ ഫുൾഫിൽ ചെയ്യുന്ന പോലെ ആ വിഷനെ കൺസീവ് ചെയ്ത ഒരു അനുഭവം എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഇന്ന് രാത്രിയിൽ സംഭവിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഈ സെഷനിലേക്ക് കടക്കുക. ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, ഹാവ് എ വിഷൻ. ദർശനം ഉള്ളവരായിരിക്കുക. ഇന്ന് രാത്രിയിൽ നിന്നെയും നിന്റെ കൂട്ടുകാരനെയും സംബന്ധിച്ച് ഏറ്റവും വലിയ വ്യത്യാസം, നിങ്ങൾ ഒരുപോലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. പക്ഷേ അന്ത്യകാലത്ത് സകല ജഡവും പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. അന്ത്യകാലത്തെ കുഴിക്കുന്ന അനേക പ്രൊഫസൈ ബൈബിളിൽ ഈ ദിവസങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർക്ക് അതറിയാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. പക്ഷെ ശ്രദ്ധിക്കണമേ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. യെസ്, ദ ഡിഫറൻസ് ഈസ് ഗോയിങ് ടു ബി ബേസ്ഡ് ഓൺ ദ വിഷൻ. ഈ ഒരു സീസൺ, അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ അതിന്റെ ഡിഫറൻസ് അറിയില്ല. പക്ഷെ കൂട്ടുകാരെ, ഞാൻ പറയാം, ദൈവകരങ്ങളിൽ താണിരുന്ന അവിടുത്തെ മുഖം അന്വേഷിച്ച നിന്നെ സംബന്ധിച്ചിടത്തോളം ദി ഡിഫറൻസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ വിഷൻ ദാറ്റ് യു ഹാവ് കൺസീവ്ഡ്. എനിക്ക് ആവേശം കൂടുന്നു എന്നറിയാം, പക്ഷെ ഞാനൊന്ന് നിർത്തുക. കൂട്ടുകാരുടെ ഉള്ളിലേക്ക് ആ ആഗ്രഹം ഒന്ന് കയറണം. കർത്താവ്, ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്ന ഒരു വിഷൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. എൻ്റെ വാക്കുകൾക്ക് പരിധിയുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ തുറന്നാൽ, ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ തുറന്നാൽ, ഓരോ കൂട്ടുകാരോടും ഞാൻ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷൻ ഉണ്ടാകണം. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുന്നവരാണ്. എനിക്കറിയാം, ഈ മീറ്റിങ്ങിനകത്ത് മക്കളെ സ്നേഹിക്കുന്ന അപ്പനമ്മമാർ, മാതാപിതാക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ നല്ല പ്രായത്തിൽ അവർ കർത്താവിന് വേണ്ടി നിന്നവരാണ്. പക്ഷേ സ്വപ്നവും വിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓൾ മെൻ ഷാൽ സീ ഡ്രീംസ്. അതെന്താ അച്ചാ ഡ്രീമും വിഷനുമായിട്ടുള്ള വ്യത്യാസം? ഡ്രീം ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ്. ഒരു പക്ഷേ ഇന്ന് കണ്ട് നാളെ ഫുൾഫിൽ ചെയ്യുന്ന ഒന്നായി ഡ്രീം തീരാം. പക്ഷെ വിഷൻ ഈസ് സെറ്റ് ഫോർ എ ടൈം. ദർശനം ഒരു സമയത്തേക്കുള്ളതാണ്. അത് കാണേണ്ടത് യൗവനക്കാരാണ്. കാരണം നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വിഷനായിരിക്കും നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് ചെറിയ കാലയളവിൽ, ഒരു പക്ഷേ ഈ ചെറിയ കാലയളവിൽ ഈ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിനോട് ഞാൻ പറയുക, നിങ്ങൾ നടത്തിയ ഈ പ്രെയർ മീറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഈ നടത്തുന്ന യൂത്ത് അവേക്കിംഗ് is a good idea. It's a good thing that you are fulfilling the plan of God, but I believe there is more to come. യെസ്, ഞാൻ പറയുന്ന ചിലർക്ക് മനസ്സിലാകുന്നു, ഇതൊരു ഷോർട്ട് ടൈം അസൈൻമെന്റ് ആണ്. പക്ഷെ ഇതിനപ്പുറം നിങ്ങളുടെ ലൈഫിനെ മുഴുവൻ നിങ്ങളെ ഭരിക്കുന്ന ഒരു വിഷന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. യെസ്,
യെസ്, ചില കൂട്ടുകാർക്ക് പതുക്കെ അതിന്റെ ആഴം മനസ്സിലായി തുടങ്ങി. സദൃശവാക്യങ്ങളിൽ പ്രോവർബ്സിൽ ഒരു വാക്യമുണ്ട്, 29 അധ്യായം അതിന്റെ 18 വാക്യം. ദർശനമില്ലാത്തിടത്ത്, വെളിപ്പാട് ഇല്ലാത്ത ഇടത്ത് ജനം നശിച്ചു പോകുന്നു, ജനം മര്യാദ വിട്ട് നടക്കുന്നു. Where there is no vision, the people are unrestrained, they perish. ദർശനമില്ല എങ്കിൽ ഒരു അപകടം മുമ്പിലുണ്ട്, നശിച്ചു പോകും. യെസ്, ജോസഫെ, നിനക്കൊരു ദർശനമില്ലെങ്കിൽ നീ പൊത്തിഫറിന്റെ വീട് കൊണ്ട് നിൽക്കും. പക്ഷെ നീ പൊത്തിഫറിന്റെ വീടിനപ്പുറം നിന്നെ അതിജീവിക്കുവാൻ നിന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു തിരതള്ളൽ. യെസ്, ഈ താൽക്കാലിക ഭോഗത്തെക്കാൾ, യെസ്, മോശയെ, നീ മിസ്രൈമിന്റെ നിന്നയെ ത്യജിക്കണമെങ്കിൽ നിനക്കൊരു ദർശനം വേണം. കൂട്ടുകാർക്ക് ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മോശയെ കുറിച്ച് എഴുതിയിരിക്കുക, അവൻ മിസ്രൈമിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ, യെസ്, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം, മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. I am reading from Hebrews chapter 11 verse 26. Moses considered the reproach of Christ greater riches than the treasures of Egypt. ഈജിപ്തിന്റെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനപ്പുറം നിന്നെ ഇന്ന് രാത്രിയിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന നിന്റെ പ്രൊഫഷനപ്പുറം, നിന്റെ കരിയറിനപ്പുറം, ഈ ദിവസങ്ങളിൽ ഒരു 3 മാസത്തിന് മുമ്പുള്ള സിറ്റുവേഷൻ അല്ല. ആരൊക്കെയോ ജൂലൈ മാസമൊക്കെ ആയപ്പോഴേക്കും ഈ സിറ്റുവേഷൻ അനുസരിച്ച് ജീവിക്കാൻ ആരൊക്കെയോ ശീലിക്കുന്നുണ്ട്. There are new norms in your lifestyle and you are thinking that it's going to be for your lifetime. No. In that case, there is a great trap coming ahead. But the Spirit of the Lord is speaking to you. Have a vision. Have a vision to overcome this season. Have a vision. Rala Rabba Shatara Rakasi Arthana. വെളിപ്പാടുണ്ടെങ്കിൽ, വിഷൻ ഉണ്ടെങ്കിൽ നിനക്കൊരു ദൂരയാത്ര പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നു. കൂട്ടുകാരോടായോണ്ട് പതുക്കെ നിർത്താം കേട്ടോ, ഞാൻ എൻ്റെ ആവേശം ഒന്ന് തണുപ്പിക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി കത്തിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. തൻ്റെ ലേഖനം വായിക്കുന്നവരുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം. നിങ്ങൾക്കറിയാം ആ ഭാഗം, 1-ാം അധ്യായം എഫെസ്യർ 1:16 മുതലുള്ള ഭാഗങ്ങൾ ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. Paul, he's so good in his language and it's quite intellectual, but instead of writing more, when he writes an epistle to Ephesians, he stops his writing for a while and he started praying, because he know that this is going to happen only because of prayer, and it's going to happen only by Holy Spirit. And this was his prayer, that may the Father of glory may give you a spirit of wisdom and revelation in the knowledge of him, that the eyes of your heart may be enlightened. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഇൻഫർമേഷൻ ആയിരിക്കില്ല, വിഷൻ ആയിരിക്കും. കൂട്ടുകാരെ, ഈ ദിവസങ്ങളിൽ ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, ഒത്തിരി സ്ട്രാറ്റജീസ് മീഡിയ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ദാറ്റ്സ് ഓൾ ഫാക്ട്. പക്ഷെ ഇതിനപ്പുറം നിങ്ങളെ നിലനിർത്താൻ പോകുന്നത് വിഷൻ ആയിരിക്കും കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഈ മെസ്സേജിന്റെ എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഓരോരുത്തരെയും ആത്മാവിലൊന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് ഒരു വലിയ ദാഹം തരണം. കർത്താവേ, അപ്പാ, എൻ്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കണം. അടുത്ത 5 years, അടുത്ത 10 years, ഇഫ് യു ആർ കമ്മിങ് ടാരി, കർത്താവേ, അങ്ങയുടെ വരവ് താമസിച്ചാൽ, ഇപ്പോൾ എൻ്റെ നല്ല യൗവന പ്രായത്തിൽ കർത്താവേ, അടുത്ത ഒരു ടൈമിലേക്ക് ഞാൻ മുമ്പോട്ട് എങ്ങനെ യാത്ര ചെയ്യണം, എൻ്റെ കരിയറിനെ മാത്രമല്ല, എൻ്റെ പ്രൊഫഷനെ മാത്രമല്ല, ആസ് എ ലൈഫ് I surrender itself unto your feet. All I need is a vision. Your young men shall see visions. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കണം. അപ്പാ, എനിക്കത് വേണം, എനിക്കത് വേണം.
വീട് വിട്ടിറങ്ങിപ്പോയ മകന് ഇല്ലാതെ പോയത് അപ്പനെ കുറിച്ചുള്ള ദർശനമാണ്, വീടിനെ കുറിച്ചുള്ള ദർശനമാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ആ നഷ്ടപ്പെട്ട പുത്രനിൽ ഒരു ക്ഷാമമുണ്ടായപ്പോൾ അവന് മടക്കി കിട്ടിയത് അവന്റെ സുബോധമാണ്. Yes, vision is all about an understanding, an opening of mind to see the destiny. ഒരു പ്രായത്തിൽ ഇത് നമുക്ക് കിട്ടാൻ അല്പപ്പാടാണ്. പക്ഷേ ചില ഫാമിനൊക്കെ വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ 3-4 മാസത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു, ചില വഴിയൊക്കെ അടഞ്ഞപ്പോൾ ചില പുത്രന്മാരുടെ ഹൃദയ കണ്ണുകൾ തുറക്കുന്ന രാത്രിയാണിന്ന്. ചിലർക്ക് സുബോധം മടക്കി കിട്ടുക, അപ്പനെ കുറിച്ചൊരു ഓർമ്മ. Yes, I believe in the midst of this struggle and crisis, those who are watching me online, this is a perfect plan of God to give you back an understanding about your home, the real destiny, the eternal home, to have a vision for the journey ahead. നിന്റെ മുമ്പിലുള്ള യാത്രയ്ക്കായി സ്വർഗം നിനക്കൊരു ദർശനം തരാൻ വേണ്ടിയാ കുഞ്ഞെ ഈ ദിവസങ്ങളിൽ നിന്നെ അടച്ചിരുത്തിയത്. സ്നേഹം കുറഞ്ഞിട്ടല്ല, അപ്പായിക്ക് നിന്നെ ഇഷ്ടമാണ്. കർത്താവ് നിന്നെ അധികമായി സ്നേഹിക്കുന്നു. നിനക്കൊരു ഷോർട്ട് ടൈം ഡ്രീം ഉണ്ടാകുന്നത് കൊണ്ട് പിശാചിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജോസഫെ, നീ ഒരു വലിയ ദർശനം കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നീ സ്ട്രഗിളിലൂടെ പോയെന്ന് വരാം. യെസ്, മോശെ, ഒരു സമയത്തേക്ക് നീ മരുഭൂമിയിലായെന്ന് വരാം. ദാവീദിനെ ഒരു കാലത്തേക്ക് നീ ഒരു നായയെ പോലെ ഓടി നടന്നെന്ന് വരാം. യെസ്, and I know there are few youngsters over here who have an anointing over their life, but അവരെങ്ങും എത്തിയിട്ടില്ല. ചിലരെങ്ങും എത്തിയിട്ടില്ല. ദാവീദേ, നീ എങ്ങും എത്തിയിട്ടില്ല. നിന്റെ മേലൊരു വലിയ അഭിഷേകമുണ്ട്, പക്ഷെ നീ ഇപ്പോഴും വലിയ ഓട്ടത്തിലാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ മെസ്സേജിനകത്ത് ചിലരോടുള്ള പേഴ്സണൽ റെവലേഷൻ കർത്താവ് തരികയാണ്. ചിലരെ പേടിച്ചുള്ള ഓട്ടത്തിൽ, ചില സാഹചര്യങ്ങളുടെ നടുവിൽ ഓടുന്ന ചില ദാവീദുമാർ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ പറയുന്നു, നിനക്ക് കിട്ടിയിട്ടുള്ള വെളിപ്പാടിനെ നീ മുറുകെ പിടിക്കണം. ഇഫ് യു ഹാവ് എ വിഷൻ, നീ പുൽപ്പുറത്ത് കിടന്നാലും നീ പാട്ടുപാടും. If you have a vision, you will be a worshipper even in your secret place. ആരോ പറയുന്ന, അച്ചച്ച, അതെന്റെ അനുഭവമാണ്. ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് നല്ല കുപ്പായമുണ്ട്. യെസ്, നീ ഒരു സമയത്ത് രാജവസ്ത്രമൊക്കെ അണിഞ്ഞ് നീ പുറത്തു വരും. പക്ഷേ നീ ഓട്ടത്തിന്റെ സമയത്തും നീ ദർശനം മുറുകെ പിടിക്കണം. മീഖളിന്റെ മുമ്പിലും നീ ദർശനം മുറുകെ പിടിക്കണം. നീ ആരുടെ മുമ്പിലും ലജ്ജിച്ചു പോകല്ലേ. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലും നീ ലജ്ജിച്ചു പോകല്ലേ. അപ്പോസ്തലനായ പൗലോസ് ആ വാക്ക് പറഞ്ഞു. ആക്സ് chapter 26 verse 19, when he was preaching to Agrippa the king, he said, I will never be disobedient to my vision. എൻ്റെ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. ഏത് ഹയർ അതോറിറ്റിയുടെ മുമ്പിലും നിനക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ നിനക്ക് കോൺഫിഡൻസ് തരുന്നത് നിന്റെ ലാംഗ്വേജിന്റെ ഫ്ലുവൻസി അല്ല മോനെ, നിന്റെ ഫിസിക് അല്ല, നിന്റെ കോൺഫിഡൻസ് ഒന്നുമല്ല. ഞാൻ പറയുന്നു, ഈ വിഷൻ ഉണ്ടെങ്കിൽ നീ കോൺഫിഡന്റ് ആവും. ഇന്ന് രാത്രിയിൽ നീ തല ഉയർത്തുവാൻ നിനക്കൊരു ദർശനം മതി, സ്വർഗീയ ദർശനം. ഇന്ന് രാത്രിയിൽ ചില കുഞ്ഞുങ്ങളുടെ തലയെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുക. പാപത്തെ ജയിക്കുവാൻ നിനക്ക് വേണ്ടത് ഒരു വിഷനാണ്. നിന്റെ സ്ട്രഗിളിനെ നീ ഓവർകം ചെയ്യുവാൻ നിനക്ക് വേണ്ടത് ഒരു വിഷനാണ്. തീക്കകത്ത് വീണ എബ്രായ ബാലന്മാർക്ക് അവർക്കുണ്ടായിരുന്നത് ഒരു വിഷനാണ്. അവർ പറഞ്ഞു, ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. യെസ്, ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, എന്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ നിൽക്കും. അതൊരു വിഷനാകട്ടോ. അതില്ലാത്തവൻ നിൽക്കുന്നത് മണലിന്മേലാണ്. കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കണം. യേശു കർത്താവ് പറഞ്ഞ ഉപമ നിങ്ങൾക്കറിയാം. കാറ്റുയർന്നപ്പോൾ, നദി വന്നടിച്ചപ്പോൾ, തിര വന്നടിച്ചപ്പോൾ മണലിന്മേൽ നിന്ന വീടിന്റെ മേൽ മാത്രമല്ല അടിച്ചത്, പാറമേൽ നിന്ന വീടിന്റെ മേലും അടിച്ചു. യെസ്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, ദൈവമേ, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ഒന്നും ഉണ്ടാവത്തില്ലെന്നൊരു ചിന്ത ഇല്ല. ഈ ദിവസങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. കർത്താവേ, എങ്കിലും ഞാൻ
കർത്താവ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയില്ല. മോനോ, ഇല്ല. നിന്റെ ഡിഫറൻസ് പ്രതിസന്ധിയിലല്ല, നിന്റെ ഡിഫറൻസ് നിന്റെ വിഷനിലാണ്. കാറ്റ് കഴിയുമ്പോൾ വിഷൻ ഇല്ലാത്തവൻ, വചനത്തിൽ നിൽക്കാത്തവൻ, അനുസരിക്കാത്തവൻ, ആ ഒബീഡിയൻസിലേക്ക് നിന്നെ ലീഡ് ചെയ്യുന്ന വിഷൻ ഇല്ലെങ്കിൽ, മണലാണെങ്കിൽ നീ താഴെ കിടക്കും. പക്ഷെ ആ വിഷൻ ഉള്ളവൻ പ്രതിസന്ധി കഴിഞ്ഞും നിൽക്കും. ഹല്ലേലൂയ. ചിലർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. യെസ്, ഇന്ന് രാത്രിയിൽ ഈ ആരംഭ സമയത്ത് ഇൻട്രൊഡക്ഷനിലെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ ഹേമിക്കും. നിങ്ങളുടെ അകത്ത് വലിയൊരു പാഷൻ, കർത്താവേ, എനിക്ക് ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ അങ്ങ് തരുന്ന എല്ലാ സ്പിരിച്വൽ എക്സ്പീരിയൻസിനെയും ഐ ജസ്റ്റ് വാണ്ട് ടു സ്ട്രീം ലൈൻ ഇറ്റ് ടു ഹാവ് എ വിഷൻ. നമുക്കറിയാം, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുമ്പോൾ നമുക്കതിനെ പല രീതിയിൽ ഫ്ലോ ചെയ്യാം. പക്ഷെ ഇന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ ആഗ്രഹിച്ച്, കർത്താവെ, ഓൾ ഐ നീഡ് ഫോർ ദിസ് ഡേ ഈസ് എ വിഷൻ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ചിലരുടെ ഹൃദയത്തിനകത്തേക്ക് കർത്താവ് ഒരു കവനന്റായി, ചിലരോട് കർത്താവ് ഒരു ഉടമ്പടിയായി, കുഞ്ഞെ നിന്നെ കൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുമാറ് കർത്താവ് അങ്ങനെ ഒന്ന് പകരുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ കൂട്ടുകാരെ, ഈ ആരംഭ സമയത്ത് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ആരെങ്കിലും ഈ സൂം മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിയോ എന്നറിയില്ല. പക്ഷെ ഇനി കഴിഞ്ഞുള്ള സമയം കർത്താവ് നിങ്ങളിൽ ചിലരെ, ഈ ഫൗണ്ടേഷൻ നിങ്ങളുടെ അകത്ത് കയറിയിട്ടുള്ള നിങ്ങൾ പിടിച്ചിരുന്നവർ ബാക്കിയുള്ളത് കേൾക്കണം. ഈ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ച ചില ബുക്കുകളുണ്ട്. യെസ്, അതിലൊന്ന് C.T. സ്റ്റഡ് എന്ന ഒരു ദൈവ മനുഷ്യന്റെയാണ്. ഇംഗ്ലണ്ടിലെ ഉന്നതമായൊരു കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ് ഇത് കേട്ടോ. നിങ്ങളിൽ ചിലർക്കൊക്കെ ക്രിക്കറ്റ് ഇഷ്ടമാണ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ അല്ലെങ്കിൽ അതിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു മനുഷ്യനാണ്. ഈവൻ ഇന്ത്യയിൽ വന്നിട്ട് പോലും ക്രിക്കറ്റിന് വേണ്ടി ഒരു ഓപ്പണിംഗ് കിട്ടിയ ഒരു മനുഷ്യനാണ്. യെസ്, തൻ്റെ ആ ടൈമിൽ വളരെ നന്നായി ബാറ്റിംഗ് മാത്രമല്ല ബോളിംഗ് എല്ലാത്തിനകത്തും ഒരുപോലെ പ്രയോജനപ്പെട്ടൊരു ദൈവ മനുഷ്യൻ. പക്ഷെ ഈ ദൈവ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗം ഒരു വിഷൻ ഇട്ടു അവന്റെ നല്ല പ്രായത്തിൽ. യെസ്, പിന്നെ ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇതാണ്, പിന്നീടുള്ള അവന്റെ ജീവിതം സുവിശേഷത്തിന് വേണ്ടിയുള്ളൊരു ഇന്നിങ്സ് ആയി തീർന്നു. തന്റെ ജീവിതത്തിൽ ലഭിച്ച ആ ഓഹരി എല്ലാം ചൈനയിൽ, ആഫ്രിക്കയിൽ, ഇന്ത്യയിൽ താൻ മുഴുവനായി സ്പെൻഡ് ചെയ്തു. താനും തന്റെ വൈഫ് പ്രിസ്കിലയും കൂടെ ആ ഒരു ലൈഫ് ടൈം മുഴുവൻ സ്വർഗത്തിനു വേണ്ടി. യെസ്, ഇന്നറിയാമോ നിങ്ങൾക്ക്, ഇംഗ്ലണ്ടിൽ ഒരു 1000കണക്കിന് ക്രിക്കറ്റ് കളിക്കാർ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ ഒരു C.T. സ്റ്റഡ് ഉണ്ടായത് ആ വിഷനുള്ള ഒരു ദൈവ മനുഷ്യനിൽ മാത്രമാണ്. ഹല്ലേലൂയ. കൂട്ടുകാർക്ക് ഞാൻ പറയുന്ന ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില വിഷൻ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യണം. നോക്കിക്കേ, ആ കൊട്ടാര തുല്യമായ വീട്ടിൽ ആ മനുഷ്യൻ കിടന്നിരുന്നുവെങ്കിൽ ചൈന വെളിച്ചം കാണില്ലായിരുന്നു. ആഫ്രിക്കയുടെ പല മേഖലകളും വെളിച്ചം കാണില്ലായിരുന്നു. ഈവൻ ഇന്ത്യയിൽ പോലും ആ ദൈവ മനുഷ്യൻ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് മനസ്സിലായി, വിഷൻ will increase your value. ഞാനിത് പറയുമ്പോൾ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു വിഷൻ തന്നാൽ നിങ്ങൾ അതിനെ നർച്ചർ ചെയ്യണം. അതിന് ഏറ്റവും അധികമായി ആവശ്യമുള്ളത് വചനമാണ് കേട്ടോ. അനുഭവങ്ങളുടെ കഥകൾ, മിഷണറിമാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു, അറിയുന്നു. പക്ഷേ വചനം നിങ്ങളേക്ക് ഉള്ളിലേക്ക് നിറഞ്ഞ് നർച്ചർ ചെയ്യണം. യെസ്, വചനത്തിനൊരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും അത് നിങ്ങൾക്ക് ഒഴുക്ക് തന്നുകൊണ്ടിരിക്കും. ലോകത്തിനൊരു പ്രശ്നമുണ്ട്, എപ്പോഴും പഴയ തുരുത്തിയിൽ വീഞ്ഞുണ്ടായിരിക്കുന്നതിലാണ് ലോകത്തിന് താല്പര്യം. യേശു കർത്താവിന്റെ ശുശ്രൂഷ സമയത്ത് തന്നെ കർത്താവിന്റെ വിഷൻ യോഹന്നാൻ സ്നാപകന്റെ വിഷൻ അല്ലായിരുന്നു. യേശു കർത്താവിനെ കണ്ട ചില പരീശന്മാർ ചോദിച്ചു, എന്താ നിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ? അവർക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്, യേശു കർത്താവ് നിന്നത് ഒരു സെപ്പറേറ്റ് അസൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തോന്നും വലിയ വലിയ യോഹന്നാൻ സ്നാപകനെയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള അല്ലെന്നേ. ഇവർ യോഹന്നാൻ സ്നാപകനെ കേട്ടവരല്ല. അഭിപ്രായം പറയുന്നവർക്ക് എന്തും പറയാം, കമന്റ് ചെയ്യുന്നവർക്ക് എന്തും പറയാം. പക്ഷെ മോനെ മോളെ, നിനക്കാ വിഷൻ ഉള്ളത്. നീ നോക്കേണ്ടത് യേശുവിലാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷ നോക്കി കർത്താവ് പറഞ്ഞു, പുതിയ വീഞ്ഞ് ആരും പഴയ തുരുത്തിയിൽ പകരത്തില്ല, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് പകരുന്നത്. യെസ്, ഇത് പറയുമ്പോൾ നിന്റെ പുതിയ അസൈൻമെന്റിലാണ്, നിന്റെ പുതിയ വിഷനിലാണ് പുതിയ ഔട്ട്പോറിംഗ് നടക്കേണ്ടത്. ഹല്ലേലൂയ. ഈ അവേക്കനിങ്ങിൽ ഒരു സ്പർശനം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് നിന്റെ പഴയ മനുഷ്യനിൽ
യെസ്, നിന്റെ പഴയ ഡ്രീമിൽ, നിന്റെ പഴയ വിഷനിൽ കൊണ്ട് ഒഴുക്കി കളയാനുള്ളതല്ല യൂത്ത് അവേക്ക്. സ്വർഗം അങ്ങനെ ചെയ്യത്തില്ല. ഇന്ന് പകൽക്കാലം അപ്പാ എന്നെ മുഴുവനായി ഒന്ന് പൊളിച്ചോ. ഇത് പറയുമ്പോൾ ഈ മിനിസ്ട്രി ചെയ്യുന്ന ഞാനും കൊതിക്കുക, കർത്താവേ, കഴിഞ്ഞ 6-7 വർഷങ്ങൾ ഒരു സോങ് റൈറ്റർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വർഷിപ്പ് മിനിസ്റ്റർ എന്ന നിലയിൽ ഈ കുഞ്ഞുങ്ങളോട് മിനിസ്റ്റർ ചെയ്തതിനപ്പുറമായി കർത്താവ് എന്നെ ഒന്ന് റിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ലോർഡ്, ഐ ആം അവൈലബിൾ. എന്നോട് ചേർന്ന് കൂട്ടുകാരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. യെസ്, വി ഓൾ നീഡ് എ വിഷൻ ഫോർ ദിസ് ന്യൂ സീസൺ. യെസ് കൂട്ടുകാരൻ, ഞാൻ നിങ്ങളുടെ പേര് പറയുന്നില്ല, എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ ഈ ടീമിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുക. പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഇനി ഒരു യൂത്ത് അവേക്ക് നടന്നില്ലേലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഒരു വിഷൻ കിട്ടി പുറപ്പെട്ടാൽ ദാറ്റ്സ് ഓൾ വി നീഡ്. കൂട്ടുകാർക്കറിയാമോ, ഷിംഷോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കർത്താവിന്റെ ശക്തിയാൽ ഒരു താടിയല്ല് കൊണ്ട്, കഴുതയുടെ പച്ച താടിയല്ല് കൊണ്ട് 1000 പേരെ താൻ സംഹരിച്ചു. നിങ്ങൾക്കറിയാം ആ സംഭവം. പക്ഷെ നിങ്ങൾക്കറിയാമോ, അതേ വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ എഴുതിയ ആ 1000 പേരെ ആ പച്ച താടിയല്ല് കൊണ്ട് 1, 2, 3 കൊന്നൊടുക്കിയ ആ ദൈവമനുഷ്യൻ ആ പച്ച താടിയല്ല് അതേ വാക്യത്തിന്റെ ഒടുവിൽ വലിച്ചെറിഞ്ഞു. എനിക്ക് ആ ഭാഗം പലരും മിനിസ്റ്റർ ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ടോ, വായിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് അത് വായിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. എന്താ കൂട്ടുകാരെന്നറിയാമോ, നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ പച്ച താടിയല്ലിനെ നമ്മൾ കളയത്തില്ലായിരുന്നു, നമ്മളത് പോക്കറ്റ് ഇട്ടേനെ. അടുത്ത വർഷം കൺവെൻഷൻ എടുത്തേനെ, അടുത്ത മീറ്റിങ്ങിന് എടുത്തേനെ. ഞാൻ പറയുന്ന ചില കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. യെസ്, ഈ ലോകം എപ്പോഴും ഒരു പാറ്റേണിന്റെ പുറകിലാണ്. This world is always after a winning formula. But let me tell you, heaven is not after a winning formula. Heaven is set you with a separate vision. You are unique. വേറെ ആരുടെയെങ്കിലും പച്ച താടിയല്ല് കൊണ്ട് ചെയ്തെടുക്കാനുള്ളതല്ല നിന്റെ ശുശ്രൂഷ. ഞാനിത് പറയുമ്പോൾ പെന്തക്കോസ്തിന്റെ 3-ാം തലമുറ, 4-ാം തലമുറ, 5-ാം തലമുറയൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. മോനെ, മക്കളെ, നിന്റെ അമ്മയപ്പന്മാരെ സ്വർഗം ഉപയോഗിച്ചു, പക്ഷേ നീ അവരുടെ വിളി കണ്ടിറങ്ങേണ്ടവനല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു സെപ്പറേറ്റ് അസൈൻമെന്റ് ഉണ്ട്. എത്ര കൂട്ടുകാർക്ക് അത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. യെസ്, യെസ്, ഓ ജീസസ്. Receive a vision for your life. നിന്റെ അപ്പന്റെ വിഷനും കൊണ്ട് നീ ഇരുന്നാൽ ഒരു പക്ഷെ നീ സ്റ്റാഗ്നന്റ് ആയി പോകും, അതോടെ നീ നിന്നു പോകും. ഒടുവിൽ നിന്റെ ലൈഫിന്റെ ഒടുവിൽ ഏറ്റവും ബിറ്റർനെസ്സിൽ, എന്റെ കർത്താവേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിലപിക്കുന്ന നിന്നെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുക, ഇല്ല, കം ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട്. ആൻഡ് ദിസ് സീസൺ ഈസ് വെരി ആപ്റ്റ് ഫോർ എ ന്യൂ ബിഗിനിങ്. എല്ലാ വഴികളും അടച്ച് ഇതുവരെ പോയ യാത്രകളെ മുടക്കി ഇന്ന് രാത്രിയിൽ കർത്താവ് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുക, നിന്നെക്കുറിച്ച്, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച്. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ന്യൂ വിഷൻ ഇന്ന് രാത്രിയിൽ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കുഞ്ഞുങ്ങൾക്കറിയാമോ, ആ ആത്മപകർച്ച ഒരു നദി പോലെയാണ്. ഒരു നദിയുടെ പ്രത്യേകത, അതെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ഒഴുകി ഇവിടെ നിന്നാൽ, അങ്ങനെ തന്നെ നിന്നാൽ പിന്നെ അതിനെ നദിയെന്ന് വിളിക്കില്ല, പിന്നെ അതിനെ വിളിക്കുന്നത് കുളമെന്നാണ്, പിന്നെ അതിനെ വിളിക്കുന്ന ഒരുപക്ഷെ തടാകമെന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കുളമോ നദി തടാകമോ അല്ല. ഇറ്റ് ഓൾവേസ് ഫ്ലോസ്. ഇറ്റ് ഫ്ലോസ് ലൈക്ക് എ റിവർ. പരിശുദ്ധാത്മാവിൽ ചില കുഞ്ഞുങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കണ്ണു തുറന്നാൽ നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ ഇടയായി തീരട്ടെ. 2019 അനുഭവത്തിലേക്ക് മടങ്ങി പോകാൻ ഒത്തിരി പേർ കാത്തിരിക്കുക. പക്ഷെ സ്വർഗം പറയുന്നു, റിസീവ് എ ന്യൂ വിഷൻ. യെസ്, ഹല്ലേലൂയ. ഇത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടുമുള്ള ദൂതാണ്, ദൈവസഭയോടുള്ള ദൂതാണ്. നമ്മളൊരു നല്ലൊരു ശതമാനം, എൻ്റെ കർത്താവേ, പണ്ടത്തെ പോലൊരു നല്ല കാലം. അതെ, ഞാൻ പറയാം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് നമ്മളെ ചിലരെ പുതിയത് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, മൂവ് അഹെഡ്. ഈ പ്രതിസന്ധിയുടെ നടുവിലും റിസീവ് എ ന്യൂ വിഷൻ ആൻഡ് മാർച്ച് ഫോർവേഡ് ലൈക്ക് ആൻ ആർമി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വചനത്തിൽ നിന്ന് അതിന്റെ ഇൻസൈറ്റുകൾ പ്രാപിക്കണം.
ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണം. വചനം പറയുക. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുള്ള ഉറുമ്പുകളൊന്നും റെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഉറങ്ങുന്ന ഒരു ഉറുമ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു ദിവസം അവരെന്തെങ്കിലും ചുമന്നുകൊണ്ട് പോകുന്ന കാണാം. അറ്റ് ദ സെയിം ടൈം നമ്മളൊന്ന് തൂത്തു മാറ്റിയില്ലെങ്കിൽ അടുത്ത രാവിലെ അവർ വർക്ക് ചെയ്യുന്ന കാണാം. കൂട്ടുകാർക്ക് അത് അറിയാം അല്ലേ? നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇവര് കഷ്ടപ്പെടുന്നത്? വചനം പറയുന്നു, ഉറുമ്പിനെ നോക്കി നീ ബുദ്ധി പഠിക്കുക. വിഷൻ എന്നത് ഒരു ചിത്രമായി മനസ്സിൽ നിൽക്കുന്ന കാര്യമല്ല. അതിന്റെ പിന്നിൽ ഒരു പെയിൻ ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. നീ വചനവുമായി പ്രാർത്ഥനയുമായി എടുത്തു ചെല്ലുമ്പോൾ സ്വർഗം നിന്നെ നിറയ്ക്കും. എങ്ങനെ നിറയ്ക്കുന്നെന്ന് അറിയാമോ? വേനൽക്കാലത്ത് നീ ആഹാരം ഒരുക്കും, കൊയ്ത്ത് കാലത്ത് തീൻ ശേഖരിക്കും. ഈ ദിവസങ്ങളിൽ ചിലർ ആഹാരം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരു ആയുസ് മുഴുവൻ ഓടുവാനുള്ള അപ്പം, ഒരായുസ് മുഴുവൻ മുമ്പോട്ട് കുതിക്കുവാനുള്ള ഊർജം. കൂട്ടുകാരെ, അങ്ങനെ നിങ്ങളിൽ ചിലർ അത് പ്രാപിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നിങ്ങളിൽ പകർന്നിരിക്കുന്ന വിഷൻ വെറുതെ ആകത്തില്ല. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും നല്ല വിഷൻ, ഏറ്റവും നല്ല സ്വപ്നങ്ങൾ വിശ്രമിക്കുന്നത് ശവകുടീരങ്ങളിലാണ്. കാരണം മൺമറഞ്ഞവരിൽ പലരും, സാധാരണ മനുഷ്യരെ കുറിച്ച് പറയാൻ നമുക്ക് സമയമില്ലല്ലോ, ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, അങ്ങനെയൊന്ന് പറയാൻ പറ്റുന്നെങ്കിൽ എത്ര ഭാഗ്യകരമാണ്. യെസ്, ഇന്ന് രാത്രി കൂട്ടുകാർ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ച്, കർത്താവേ, വിഷൻ പ്രാപിക്കുന്നത് മാത്രമല്ല, ഐ എം പ്രിപ്പയറിംഗ് മൈസെൽഫ് for a long journey. ഇന്ന് രാത്രി കൂട്ടുകാർ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, it's not just about having a vision, but it's all about fulfilling the same. At the end of the day, you and me should read to say the very thing that I have fought the good fight and I have finished the course. I have kept the faith. മാതാവേ, പിതാവേ, ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ നീ കേൾക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങനെ വിളിച്ചിറക്കി പുറപ്പെട്ട നാളുകളിൽ അങ്ങനെ വിളിച്ച വിളി എവിടോ കിടക്കുന്നു, ഞാൻ എത്തിയത് എവിടോ നിൽക്കുന്നു. ഒരു പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കാൻ നല്ല കണക്കുണ്ടാകും. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് മാത്രം അറിയുന്നു, അങ്ങനെ വിളിച്ചത് എത്രയോ ഉന്നതമായ വിളിയാലാണ്. പക്ഷെ എവിടൊക്കെയോ സ്റ്റാഗ്നന്റ് ആയി പോയ ചിലരെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു, റിപ്പന്റ് ആൻഡ് ഹാവ് എ വിഷൻ ഫോർ ദി ന്യൂ സീസൺ. സ്വർഗം വിളിച്ചിറക്കിയ ഇസ്രായേലിനെ കുറിച്ച് ഒരു സമയം കർത്താവ് അനുദപിച്ചു. ഇസ്രായേൽ അവരുടെ നോട്ടത്തിൽ കനാൻ ദേശത്തിലെത്തി. അവർക്ക് കൂടാരമുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ 81 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എൻ്റെ 13 വാക്യം, അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. സ്വന്തം ജനത്തെ കുറിച്ച് സ്വർഗം പറയുക. യെസ്, പേരുണ്ട്, പക്ഷേ നീ ആ വഴിയിൽ തന്നെയാണോ? ഈ റൂട്ടിൽ എവിടേക്കോ എക്സിറ്റ് എടുത്ത് പുറത്ത് ചാടിയ ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിക്കുക. ഹാവ് എ വിഷൻ. This is the best time to turn back to your heavenly vision. സ്വർഗീയ ദർശനത്തിലേക്ക് മടങ്ങി വരുവാൻ ചിലർക്ക്, ചില കൂട്ടുകാർക്ക്, ചില മുതിർന്നവർക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു അവസരം തരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്നെ അധികമായി ചലിപ്പിച്ച മറ്റൊരു പുസ്തകം, ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയ VP ഫിലിപ്പ് സാർ എഴുതിയതാണ്. യെസ്, കോട്ടയത്ത് പ്രിയ സാറിന്റെ ശുശ്രൂഷയിൽ ഞാനും അനുഗ്രഹം പ്രാപിക്കുന്നു. അണയാത്ത അഗ്നിജാല. ഈ പുസ്തകത്തിനകത്ത് നിറച്ച് ഉണർവിനു വേണ്ടി നിന്ന ദൈവമനുഷ്യരാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ കോപ്പികൾ ലഭിക്കുമോ എന്ന്, പക്ഷെ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളെ ഇന്ന് രാത്രിയിൽ കത്തിക്കണം. വിഷനുള്ള ദൈവമനുഷ്യരുടെ ജീവചരിത്രം അതൊരു നൂറ്റാണ്ട് കൊണ്ട് തീരത്തില്ല. നമ്മൾ പാടുന്ന പാട്ട് ഒരു പക്ഷേ ഒരു ഡെക്കേഡ് അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം നിൽക്കുമായിരിക്കാം. ഒരു മെസ്സേജ് ഒരു സീസണിൽ നിൽക്കുമായിരിക്കാം.
ഒരു പാട്ട് ഒരു തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയും കൂടെ പാടുമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ദർശനത്തിനു വേണ്ടി നിന്ന ഒരു ജീവിതമാണെങ്കിൽ അത് അണയത്തില്ല. കൂട്ടുകാരിൽ ചിലർ പാട്ട് പാടുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്. You all have blessed with creative skills. I believe during the last session I was trying to ignite you to rejuvenate all those hidden talents. പക്ഷെ ഇന്ന് രാത്രിയിൽ അതിനേക്കാളും വലുതായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു മിനിസ്ട്രി ചെയ്യുക. നമ്മളൊക്കെ പാടാറില്ലേ, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ പ്രിയന്മാരിൽ ഞാൻ ചേരും. അങ്ങനെയൊന്ന് പാടിക്കേ. യെസ്, അങ്ങനെയൊന്ന് പറഞ്ഞ ഒരുവനാണ് നമ്മുടെ നായകൻ. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഗോതമ്പ് മണി അതങ്ങനെ തന്നെ ഇരുന്നാൽ നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. നിലത്ത് വീണ് ചത്താൽ വളരെ വിളവുണ്ടാകും. ഞാനിത് പറയുമ്പോൾ ചില യൂത്ത് ക്യാമ്പിൽ ഞാൻ ഈ എക്സാമ്പിൾ കൂട്ടുകാർക്കൊന്ന് മനസ്സിലാവാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പക്ഷേ ഒരു ഫാമറിന്റെ വീട്ടിൽ നോക്കിക്കേ, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഗോതമ്പ് ശേഖരിച്ചു വെച്ചേക്കുന്നിടത്ത് 2 കൂട്ടം കാണും കേട്ടോ. ഒരു കൂട്ടം ഗോതമ്പ് തന്റെ ആവശ്യത്തിന് ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ കർഷകൻ ഒരു കൂട്ടം ധാന്യം മാറ്റിവെക്കും. അത് താൻ കഴിക്കത്തില്ല, അത് താൻ വിത്തായി മാറ്റിവെക്കും. പ്രളയം വന്നാൽ അവർ ഈ കഴിക്കുന്ന ധാന്യത്തെ ഒരു പക്ഷെ നഷ്ടമാക്കിയാലും ഈ വിത്തായി മാറ്റിവെച്ച ഗോതമ്പ് മണികൾ അവരൊരിക്കലും എടുത്ത് തിന്നത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വിത്തായി മാറ്റിവെച്ച ഗോതമ്പ് മണികൾ മറ്റ് ഗോതമ്പ് മണികളെ നോക്കുമ്പോൾ ഓരോ ദിവസം നല്ല ഡിഷായി രുചികരമായ ഭക്ഷണമായിട്ടൊക്കെ വെളിപ്പെടുമ്പോൾ ഈ ഗോതമ്പ് മണികൾ മാത്രം ഒരു സീസൺ മുഴുവൻ മാറ്റി വെച്ചേക്കും. അയ്യോ, ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണമായി തീരാൻ പറ്റുന്നില്ല, മറ്റ് പർപ്പസിനൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ലയോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഈ ഗോതമ്പ് മണിയെ ഒരു ദിവസം ഈ കർഷകനെടുത്ത് മണ്ണിലിടും. അപ്പം വീണ്ടും കരയാൻ തുടങ്ങും. എന്റെ ചിന്തയാണ്, ഈ ഗോതമ്പ് മണി പറയും, അയ്യോ എന്റെ കൂട്ടുകാരവിടെ ഭവനത്തിൽ നല്ല ഭക്ഷണമായി നല്ല രുചികരമായി ഒക്കെ തീരുമ്പോൾ എന്നെ പിടിച്ച് മണ്ണിലിട്ടു, എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇല്ല, ഗോതമ്പ് മണിയെ നിന്നെ നിലത്തിട്ടത് നിന്നെ കുറിച്ചൊരു ദർശനം ഉണ്ടായത് കൊണ്ടാണ്. യെസ്, ആ നിലത്ത് കടന്ന് നീ കെട്ടുപോകാനല്ല, നീ അവിടെ കിടന്ന് പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. ഒരു പക്ഷെ ആദ്യം നിന്റെ പുറന്തോടുകളൊക്കെ പൊട്ടുമ്പോൾ നിന്റെ ഷേപ്പ് മാറും. ചില കൂട്ടുകാരോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുക, നിന്റെ ഈ വെയിറ്റിംഗ് പീരീഡിൽ നീ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ടാകാം. നിന്റെ പല പ്രയോറിറ്റികളും മാറും, നിന്റെ പല ഇഷ്ടങ്ങളും മാറും. നിന്റെ പുറന്തോട് പൊട്ടുന്നത് പോലെ നിന്റെ ഈ ഷെല്ലുണ്ടല്ലോ, നിന്റെ ഈ പ്രൊഫൈൽ മാറുന്ന പോലെ ഒരു തോന്നൽ. യെസ്, യു ആർ നോ ലോങ്ങർ പ്ലീസിംഗ് ആൻഡ് അപ്പീലിംഗ് ടു യുവർ ഫ്രണ്ട്സ്. ബട്ട് റിമെമ്പർ ദാറ്റ് യു ആർ ദാറ്റ് ഗ്രെയിൻ where the farmer have a vision about you. ഒരു നേരം നീ മണ്ണിൽ കെട്ടുപോകുമെന്ന് തോന്നുന്ന അതേ ഇടത്ത് നീ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. ദർശനമുള്ളവൻ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. അത് കെട്ടുപോകത്തില്ല. ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഒരു ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് വരുമ്പോൾ നീ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. നിന്റെ കൂട്ടുകാരെ പോലെ അല്ല നീ, because you have a vision, you are set apart for a greater purpose. നിന്നിൽ നിന്ന് വരാൻ പോകുന്നത് ഒരു മണിയല്ല, നിന്നിൽ നിന്ന് 30, 60, 100 മെനിയായി. യെസ്, ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് ചിലർ പരിശുദ്ധാത്മാവ് ഇഗ്നൈറ്റ് ചെയ്യുന്നത് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കത്തി തീരാനായിട്ടല്ല, മറിച്ച് pour it out for a greater vision. എനിക്കറിയില്ല, നിങ്ങളിൽ പലരുടെയും മുഖം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ചിലരെ പരിശുദ്ധാത്മാവ് ഈ ഫേസ്ബുക്ക് ലൈവിനകത്തും ചിലരെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, മോനെ മോളെ, യു ആർ പ്രേഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. യെസ്, യെസ്. മനുഷ്യനിടുന്ന വിലയല്ല നിന്റെ വില, നിന്റെ വില നിന്റെ ദർശനത്തിന്റെ വിലയാണ്. ഹല്ലേലൂയ. മോശ ജനിച്ചപ്പോൾ അവന്റെ മാതാപിതാക്കൾ കുഞ്ഞ് അതീവ സുന്ദരൻ എന്ന് കണ്ടു. എബ്രായർക്ക് എഴുതിയ ലേഖനം മലയാളം ട്രാൻസ്ലേഷനിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ കണ്ടിട്ടുണ്ട്, അവന്റെ മാതാപിതാക്കൾ സോ ദാറ്റ് ദ ചൈൽഡ് ഈസ് എക്സ്ട്രാ ഓർഡിനറി.
അപ്പനും അമ്മയ്ക്കും മനസ്സിലായി ഈ കുഞ്ഞിന് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഇരിക്കുന്ന ചില കൂട്ടുകാർ, യു ആർ ഹിയർ ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ പേരൻസ്. നിങ്ങളുടെ അപ്പനും അമ്മയും കണ്ണീരിൽ പൊതിഞ്ഞു വെച്ചത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ചിലർ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. I also say heaven has a special plan about you. കുഞ്ഞ് എക്സ്ട്രാ ഓർഡിനറി ആയത് കണ്ടതുകൊണ്ട് അപ്പനും അമ്മയും അവനെ ഒളിപ്പിച്ചു. എന്നിട്ട് മോസസിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോസസ് എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ട് അപ്പനും അമ്മയും ഒരു കാലം ഒളിപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവരൊരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി എന്നല്ല, വാങ്ങി. ഞാങ്ങണ എന്നത് വളരെ വില കുറഞ്ഞ നദീതീരത്ത് വളർന്നു പൊങ്ങുന്ന, ഞാൻ വിശ്വസിക്കുന്നു ഒരു സാധാരണ കുടുംബത്തിന് ഏറ്റവും വില കുറഞ്ഞ ഒരു പെട്ടി. ഹല്ലേലൂയ. അതിനകത്ത് അതീവ സുന്ദരനായ എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു ചൈൽഡിനെ കടത്തുകയാണ്. എക്സ്ട്രാ ഓർഡിനറി ചൈൽഡിന് കടക്കാൻ സ്വർണ്ണ പെട്ടിയല്ല അവർ വാങ്ങിച്ചത്, ഞാങ്ങണപ്പെട്ടിയ. പക്ഷെ ആ ഞാങ്ങണപ്പെട്ടിക്കകത്ത് കടന്നാലും മോശെ നീ എത്തേണ്ട കൊട്ടാരത്ത് നീ എത്തും. എന്റെ പ്രിയ കൂട്ടുകാരോട് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിന്റെ നടുവിൽ പറയാം, ഇഫ് യു ഹാവ് എ വിഷൻ, അതാ നിന്റെ 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 ഐഡന്റിറ്റി, നിന്റെ വില. നീ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ, നീ കിടക്കുന്ന ഞാങ്ങണപ്പെട്ടിയുടെ വിലയല്ല. മോശെ നിന്നിൽ സ്വർഗം തരുന്ന ഒരു വിഷൻ ഉണ്ട്. ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ചിലർ പറയും, അച്ചച്ചാ എനിക്ക് പാടാൻ വലിയ കഴിവില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് വലിയ കഴിവില്ല. മോനെ മോളെ, അല്ല, അതല്ല. ഇന്ന് രാത്രിയിൽ നിന്റെ അകത്ത് സ്വർഗം ഇടുന്നൊരു ദർശനം ഉണ്ടെങ്കിൽ that will change your life forever. യെസ് യെസ് യെസ്. മറ്റൊരാൾ പാടിയത് കൊണ്ട് നീ പാട്ടുകാരനായി തീരണം അല്ല, നിന്റെ അപ്പനും അമ്മയുടെ അല്ല. ഒരു പച്ചത്താടിയല്ലേ വേറൊരാൾ എടുത്തത് കൊണ്ട് അത് എടുക്കാൻ നോക്കല്ലേ. യു ഹാവ് എ സെപ്പറേറ്റ് അസൈൻമെന്റ്. ഹല്ലേലൂയ. ഒരു പാറ്റേണിന്റെ പുറകിൽ പോകല്ലേ. If you don't have a vision, there is a chance that you may perish. വെളിപ്പാടില്ലടുത്ത് ഇല്ലാത്തടുത്ത് ജനം നശിച്ചു പോകും. പക്ഷെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും പറയുക, when there is an outpouring of Holy Spirit, young men shall see vision. Hallelujah. Hallelujah. എല്ലാവരും പറയുന്നുണ്ട് ഇനി അധികം സമയം മുമ്പോട്ടില്ല, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന്. That's true. We are a very blessed generation, very fortunate to see the fulfillment of God's promises written about the end times. നമ്മൾ യുദ്ധം കാണുന്നു, ക്ഷാമം കാണുന്നു, മഹാവ്യാധികൾ കാണുന്നു. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പാടി, പക്ഷെ അവര് ഈ കാലത്തെ അവർ കണ്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ, സമയം അധികമില്ല. പക്ഷെ അതിന്റെ അർത്ഥം വെറുതെ ഒരുങ്ങുക എന്നല്ല. യേശു കർത്താവ് മുന്നറിയിപ്പ് തന്ന ലൂക്കോസിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി, യജമാനൻ വരുന്നു. പക്ഷെ യജമാനൻ വരുമ്പോൾ തക്ക സമയത്ത് ആഹാരം വീതം വെക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആര്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. Blessed is that person, that slave whom his master finds so doing when he comes. വരുമ്പോ അപ്പാ ഞാന് കുപ്പായൊക്കെ ഇട്ടി ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നവരല്ല ഭാഗ്യവാന്മാർ. ആ ദൗത്യം പൂർത്തീകരിച്ച് ഒരു കൈത്തിരി പോലെ കത്തി എരിഞ്ഞ് നിൽക്കുന്ന കൂട്ടുകാരി, നീയാ ഭാഗ്യവാൻ. ആരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒത്തിരി ഒരുങ്ങുന്നു, നല്ല കാര്യം, ഒരുങ്ങണം കേട്ടോ. പക്ഷെ അതോടൊപ്പം നിന്നെ സ്വർഗം ഏൽപ്പിച്ചത് നീ ഫുൾഫിൽ ചെയ്യണം. ഈ വിഷൻ നീ മണ്ണിലിട്ട് മൂടല്ലേ. ഹല്ലേലൂയ. യെസ് യെസ്. എനിക്കറിയാം എൻ്റെ വാക്കുകൾക്ക് ഒത്തിരി പരിമിതിയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ കൂട്ടുകാരെ ആ ഒരു 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 പാറ്റേണിന്റെ പുറകിൽ പോകുന്ന ഒഴുക്കിൽ നിന്ന് ചിലരെ കർത്താവ് വലിച്ചു മാറ്റുകയാണ്. യെസ്. മീറ്റിങ്ങുകളുടെ പുറകെ, ഒരു വിന്നിംഗ് ഫോർമുലയുടെ പുറകെ. യെസ്. അല്ല, അങ്ങനെയല്ല ഈ പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത്. Have a vision. Have a vision. If you have a Pentecost in your life, that's it. Don't expect a second
റിവൈവൽ. ഇഫ് യു ഗോട്ട് എ റിവൈവൽ ഇൻ യുവർ ലൈഫ്, ബേൺ ഇറ്റ് അപ്പ്. നിന്നെ സ്വർഗം കത്തിച്ചെങ്കിൽ അന്ത്യം വരെ കത്തണം. ഹല്ലേലൂയ. യെസ് യെസ്. ഒരു സമയത്തേക്ക് നീ ഇരിക്കുവാനും ഇഗ്നൈറ്റ് ചെയ്യുവാനും ഒക്കെ ഈ യൂത്ത് അവേക്കനിങ് ആവശ്യമാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ചില കൂട്ടുകാരെ ഇനി അടുത്ത മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കാതെ ഇന്ന് രാത്രിയിൽ ചില ദർശനങ്ങളുമായി നിങ്ങൾ എഴുന്നേൽക്കണം. കാത്രിൻ കുൾമാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സ്വർഗം ഒരു ദർശനമിട്ടു. ചില പെൺകുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ CT സ്റ്റഡിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ കാത്രിൻ കുൾമാൻ, ഷീ വാസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ്. തന്റെ അനുഭവം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷീ വാസ് ബോൺ വിത്ത് നോ ടാലൻസ്. തന്റെ അനുഭവം പറയുമ്പോൾ പറയും ഒന്നുമില്ലായിരുന്നു. പക്ഷെ ആകെ ഒരു ദർശനകത്ത് കയറി, എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കണം. വെറുതെ സ്നേഹിക്കുകയല്ല, അതിനുവേണ്ടി എന്തും ചെയ്യണം. താനായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി മിനിസ്റ്റർ ചെയ്യുന്നത്. അതെ, ഇന്നത്തെ കാലത്തും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെ പക്വതയുള്ള, വളരെ അച്ചടക്കമുള്ള കുട്ടികളാണ്. പക്ഷെ അതിന്റെ നടുവിൽ ആ പക്വതയുള്ള കുട്ടി തൻ്റെ ദൈവിക ദർശനത്തിനു വേണ്ടി പിടിച്ചു നിന്നു. പലപ്പോഴും താൻ അപകടകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. യെസ്, താൻ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എവിടോ മിനിസ്ട്രിക്ക് പോയ സമയത്ത് താൻ തൊഴുത്തി കടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. യെസ്. പക്ഷേ ആ സഹോദരിയുടെ പേര് ഞാൻ ഈ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, സ്വർഗം ഇഗ്നൈറ്റ് ചെയ്യട്ടെ. When you make a decision, number one, give priority for your vision. ഒരു പക്ഷേ ചില ലൈഫ് ടൈം ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പാളിപ്പോയാൽ ചിലത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഇപ്പോൾ ഈ പറയുമ്പോൾ ഓർമ്മ വരുന്നു. ഒത്തിരി ദൈവിക വാഗ്ദത്തങ്ങളുള്ള, പ്രോമിസുകളുള്ള പല കൂട്ടുകാർ ഒരു നിമിഷത്തെ അവരുടെ ആ ബാഡ് ഡിസിഷൻ കൊണ്ട് പളങ്കുപാത്രം തറയിലിട്ട് പൊട്ടിക്കുന്നത് പോലെ ആ വിഷൻ പൊട്ടിച്ച് ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോയി. ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ ആർക്കൊക്കെയോ സ്വർഗം ഒരു ലാസ്റ്റ് ചാൻസ് തരുന്നു കേട്ടോ. വില കൊടുക്കുക, ദർശനത്തിന് വേണ്ടി വില കൊടുക്കുക. എന്തെങ്കിലും ആയെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും. കുറച്ചുപേർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലോ. പക്ഷെ അത് നിന്നെ ഇരുത്തിക്കളയുന്ന ചിന്തയാണ് കേട്ടോ. ഒരിക്കലും അത് നിന്റെ ഉള്ളിൽ നിന്നെ ഇരുത്തിക്കളയല്ലേ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ആ വിഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 12-ാം വാക്യം, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. യെസ്. ഇന്ന് രാത്രിയിൽ ചില കൂട്ടുകാരെ, നിങ്ങളുടെ ഉള്ളിൽ അടങ്ങാത്ത ഒരു തേഴ്സ്റ്റ് പരിശുദ്ധാത്മാവ് വിടട്ടെ. ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സക്സസും ഈ തേഴ്സ്റ്റിനെ ക്വെഞ്ച് ചെയ്യുവാൻ ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ മിനിസ്ട്രിയിൽ എത്ര വളർന്നാലും, നിങ്ങളെ ശുശ്രൂഷയിൽ ആളുകൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും ഈ ദാഹം അടങ്ങല്ല കേട്ടോ. ഓ ജീസസ്, ഇന്ന് രാത്രിയിൽ ഒരിക്കലും അടങ്ങാത്തൊരു ദാഹം. കർത്താവേ, ഒന്നുമായിട്ടില്ല, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി ഒന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച്, യെസ്, അതുപോലൊരു കൊതി എന്നെ കേൾക്കുന്ന ചില കൂട്ടുകാർ അകത്തേക്ക് ഇപ്പോൾ കർത്താവ് പകരുമാറാകട്ടെ. നിങ്ങളുടെ പഠനം കൊണ്ട് ഒതുക്കി കളയാൻ പറ്റാത്തത് സ്വർഗം നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരട്ടെ. പ്രൊഫഷണൽസ് നിങ്ങൾക്ക് ദൈവം നല്ല ഉയർച്ച തരട്ടെ. പക്ഷെ ഒന്നിനും ഈ തീയെ കെടുത്തുവാൻ കഴിയാതിരിക്കട്ടെ. ഏറിയ വെള്ളങ്ങൾക്ക് ഈ സ്നേഹത്തെ കെടുത്തുവാൻ കഴിയാതിരിക്കട്ടെ. ക്രിസ്തുയേശുവിനോടുള്ള ഈ സ്നേഹത്തിൽ ഒന്നിനും നിങ്ങളെ വേർപിരിക്കുവാൻ കഴിയാതിരിക്കട്ടെ. ഹല്ലേലൂയ. Yes, out of love, let this vision be ignited forever. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ എത്ര പ്രസംഗിച്ചാലും വാക്കുകൾക്ക് പരിധിയുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥനയുടെ സമയം സ്വർഗം ചില ഹൃദയ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. Enlarge your territories. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ഒരു 4 ചുമരിനകത്ത് ഒരു കൊച്ചു മുറിക്കകത്തിരുന്ന് അച്ചച്ച എന്നെ കുറിച്ച് തന്നെയാണോ ഈ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കുന്ന മോളെ, മോനെ, യെസ്,
നോർത്ത് ആംപ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ഒരു ചെറിയ മുറി ഞാൻ കണ്ടു. ഒരു പക്ഷെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ റെസ്റ്റ് റൂം എന്നെക്കാളും കുഞ്ഞുമുറി. എന്നെ സാം എന്ന് പറയുന്ന ദേവദാസൻ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടു അതിന്റെ ഒരു ചുമർ, രണ്ടു പേർക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഒരു ചുമർ ഇത്രയും മനോഹരമല്ലെങ്കിലും തന്റെ സ്വന്തം കൈപ്പടയിൽ വരച്ച ഒരു വേൾഡ് മാപ്പ് അത് ആ ചുവര് മുഴുവൻ നിറച്ചിരിക്കുക. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ആ ചുമരിൽ എഴുതിയ ആ ഭൂപടത്തിനകത്ത് രാജ്യങ്ങളുടെ പേരെഴുതിയിട്ട് ആ ദൈവമനുഷ്യൻ ഇങ്ങനെ എഴുതി, ഇന്ന രാജ്യത്ത് ഇത്ര ആത്മാക്കൾ, അവരെ ഞാൻ യേശുവിനായി നേടും. യെസ്, അത് തന്റെ പ്രാർത്ഥനാ മുറിയായിരുന്നു. ഞാൻ അതിന്റെ മറുവശത്ത് നോക്കി, ഒരു ചെറിയ 1-2 ബോക്സിനകത്ത് വെൽ മെയിൻറ്റൈൻഡ് അല്ല കേട്ടോ. തന്റെ അന്ന് താൻ ഒരു തുകൽ പണിക്കാരനായിരുന്നു, ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് കുത്തുന്ന ഉപകരണങ്ങൾ കിടക്കുന്നു. ഒരല്പം മാറി ആ മുറിയുടെ കുഞ്ഞു മൂലയിൽ ഒരു ചെറിയ പ്രസംഗപീഠം കിടക്കുന്നു. ആ 3 വർഷങ്ങൾ താൻ ആ മുറിയിൽ പാർത്തുകൊണ്ട് താൻ ലോക ഭൂപടം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, ഒരു വിഷനായി ഒരുങ്ങുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ താൻ എഴുതിയ ഒരു വാക്ക് അവിടെ കുറിച്ചു വെച്ചിരുന്നു, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ദ ലോർഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ദ ലോർഡ്. കൂട്ടുകാരിൽ ചിലർക്ക് മനസ്സിലായി ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മിഷൻ ചരിത്രത്തിലെ പിതാവെന്ന് ഒരുപക്ഷെ വിളിക്കാൻ പറ്റുന്ന വില്യം കേറി. ഓ ജീസസ്. ആ ദൈവമനുഷ്യനെ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ നിന്ന് കപ്പൽ കയറ്റിയത് ഒരു സാധാരണ ദർശനമല്ല. താൻ ആ ദർശനത്തിന്റെ മേളിൽ അടയിരുന്നു. 3-3.5 വർഷം പൊതിഞ്ഞിരുന്നു. ഫാമിലി തടസ്സം ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ തടസ്സം ഉണ്ടായിരുന്നു. താൻ ചെരുപ്പ് കുത്തിയും ഒക്കെ നേടിയെടുത്ത പണം സ്വരുക്കൂട്ടി ഒരു കപ്പൽ കയറുമ്പോൾ ഹല്ലേലൂയ, താൻ അറിഞ്ഞില്ല ഈ 2020 ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നാമും ആ ദൈവ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുക. ഇന്ത്യൻ മിഷൻ ആ ദൈവ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുക. നൂറ്റാണ്ടുകൾക്കിപ്പുറം കേട്ട ആ ദർശനത്തിന്റെ വില മനസ്സിലായ കൂട്ടുകാരെ? യെസ്, ഇന്ന് രാത്രിയിൽ സ്വർഗം നിങ്ങളിൽ ചിലരെ അതുപോലെ ചലിപ്പിക്കാൻ പോവുക. എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, എനിക്ക് മാതൃകയായി നിൽക്കാൻ പറ്റില്ല. കാരണം യുവർ കോൾ ഈസ് യുണീക്, യുവർ വിഷൻ ഈസ് യുണീക്. ഡോണ്ട് കമ്പയർ യുവർസെൽഫ് വിത്ത് അനദർ പേഴ്സൺ and don't ever follow a winning formula, a successful personality. No, never. But behold one person. Focus on the author of our salvation, the one who calls us and finish our race. His name is Jesus Christ. വിശ്വാസത്തിന്റെ നായകൻ, തുടങ്ങി വെക്കുന്നവൻ, മാത്രമല്ല അത് പൂർത്തിയാക്കുന്ന ഒരുവനുണ്ട്. യേശുവിനെ നോക്കിക്കേ. ഒന്ന് കണ്ണുകളെ മൂടാമോ? പരിശുദ്ധാത്മാവേ, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ 70ഓളം കൂട്ടുകാർ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ, അവരുടെ കൂടിയിരിക്കുന്ന കൂട്ടുകാർ, ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ ലൈവിൽ ജോയിൻ ചെയ്ത കൂട്ടുകാർ, വന്ന് ജോയിൻ ചെയ്ത് പോയവരുണ്ട്. യെസ്, ഇതിനി അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരുണ്ട്. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് മാത്രമേ ഈ കുഞ്ഞുങ്ങളെ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് മാത്രമേ ഒരു വിഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടത് ഐഡിയ അല്ലപ്പാ, ഞങ്ങൾക്ക് വേണ്ടത് കൗൺസിലിംഗ് അല്ല, ഞങ്ങൾക്ക് വേണ്ടത് കരിയർ ഗൈഡൻസ് അല്ല, ഞങ്ങൾക്ക് വേണ്ടത് മിനിസ്ട്രി വർക്ക്ഷോപ്പ് അല്ല, വേറൊരാളുടെ ഒരു ഫോർമുല ഞങ്ങൾക്ക് വേണ്ട. യേശുവേ, we need you. Yeshua, only one thing we need. We just want to follow your footsteps. കൂട്ടുകാരെ, പ്രാർത്ഥിച്ചേ. I sense the presence of the Lord in this place. പറഞ്ഞ യേശു, എനിക്ക് ഏറെ ഒന്നും അറിയത്തില്ല, ഒരു കാര്യം അറിയാം, എനിക്ക് അങ്ങ് ഇഷ്ടമാണ്. യെസ്, എനിക്ക് അങ്ങ് ഇഷ്ടമാണ്. ഒത്തിരി ഒന്നും ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല,
പക്ഷെ ആ ജീവിതം, ആ ആയുസ് കർത്താവിന്റെ കൈ കൊടുക്കാമോ? മുഴു ലോകത്തെക്കാളും നിന്റെ പ്രാണൻ എൻ്റെ യേശുവിന് വിലയുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ആരൊക്കെ പറയുന്നു തീർന്നു കഴിഞ്ഞു. ഇല്ല, കുശവന്റെ കയ്യിൽ കൊടുത്താൽ ഒരു പുതിയ തുടക്കമുണ്ട്. For his plan is always greater than your plans. For his thought is greater than your thoughts. ദൈവത്തിന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരം പോലല്ല. അപ്പന് നിന്നെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. ഇന്ന് രാത്രിയിൽ വീട്ടിലേക്ക് കയറി വാ. ഈ വരികൾ പാടുമ്പോൾ മനസ്സൊന്ന് തുറന്ന് കൂട്ടുകാരൊന്ന് സമർപ്പിച്ച് സ്വർഗം നോക്കുന്നത് സ്വർണപാത്രങ്ങളെയോ വെള്ളിപ്പാത്രങ്ങളെയോ അല്ല. എൻ്റെ യേശുവിന് വേണം കുറച്ച് ഒരുങ്ങിയിരിക്കുന്ന പാത്രങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ, ക്ലീൻ ആയിട്ടുള്ള പാത്രങ്ങൾ. ആര് പറയും? തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പാ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. പ്രാർത്ഥനയോടെ തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. യെസ്, തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. അപ്പാ, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. കരമൊന്നുയർത്തി പറഞ്ഞു, അപ്പാ, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. യേശുവേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. യെസ് യെസ് യെസ്. ആരാ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നേ? സ്വർഗസുഖപീഠം വിടിഞ്ഞ് അങ്ങയുടെ പുത്രനെ പോലെ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്ത പുത്രനെ പോലെ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ച മക്കളെ. യെസ് ജീസസ്. സ്വർഗ സുഖ പീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ, സ്വർഗ സുഖ പീഠം വെടിഞ്ഞ് യേശുവേ എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് യേശുവേ തന്നെത്താൻ താഴ്ത്തിയോനെ,
ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ആ ദർശനത്തോടൊന്ന് ആരാധിച്ച് രാജാതി രാജാവാ യേശുവേ. യെസ്, സുബോധം വന്ന ആ പുത്രന് ഒരു വെളിപ്പാട് കിട്ടി വീട്ടിലേക്ക് മടങ്ങിയതുപോലെ എന്നെ കേൾക്കുന്ന ഈ കൂട്ടുകാർക്ക് ഈ മീറ്റിങ്ങിന്റെ ഒടുവിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്ലെസ്ഡ് എക്സ്പീരിയൻസ്. കുറച്ച് പെയിന, ഒരു പക്ഷേ കടലിന്മേലെ നടക്കുന്ന പോലെ, വെള്ളത്തിന്മേലെ ചുവട് വെക്കുന്നത് പോലെ, അച്ചച്ച ഇതെനിക്ക് പരിചയമില്ലാത്ത റൂട്ടാണെന്ന് തോന്നും. യെസ്, യേശുവിൻ്റെ കൈ പിടിച്ചോ. ഈ യാത്ര ആനന്ദമാ, ഒറ്റയ്ക്ക് വിടുത്തില്ല, മടുത്തു മാറത്തില്ല. ഈ യാത്രയിൽ പെരുവെള്ളവും തോറ്റുപോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്യം, ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. ഇന്ന് രാത്രിയിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടുകാരോട് പറയുന്നു, ടേക്ക് എ പേപ്പർ or keep a diary or write it in your phone notebook wherever it is. ഈ വാക്യമല്ല കേട്ടോ, ഈ വാക്യം നോട്ട് ചെയ്തോ, പക്ഷെ അവിടെ എഴുതിയിരിക്കാം, നീ ദർശനം എഴുതുക. ഹബക്കൂക്ക് chapter 2 verse 2. record the vision. മറക്കാതെ എഴുതണം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഈ ദിവസങ്ങളിൽ വചനത്തിൽ മുമ്പിൽ നീ മുട്ടുകുത്തുമ്പോൾ, the vision you record it, you write it down. ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. inscribe it on tablets that no one who reads it may run. the one who reads it may run. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മലയാളത്തിൽ എഴുതിയ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം ദർശനം എഴുതണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പരസ്യ ബോർഡിലൊക്കെ എഴുതുന്ന പോലെ ഏത് തിരക്കിലും വായിക്കാൻ പറ്റണം. അതൊരു നല്ല ട്രാൻസ്ലേഷനാണ്, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ശ്രദ്ധിച്ചോ? തിരിച്ചെഴുതിയിരിക്കുന്നു, the one who reads it may run. വായിക്കുന്നവൻ ഓടണം. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ തന്നെ എഴുത്തായത്. അതെ, ഇന്ന് രാത്രി നീ ദർശനം എഴുതിയാൽ അത് നീ വായിക്കുമ്പം അത് നിന്നെ റെസ്റ്റ്ലെസ് ആക്കും. ചിലരുടെ ഇരിപ്പ് മാറും, ചിലരുടെ കിടപ്പ് മാറും, ചിലരുടെ മെത്ത മാറും, ചിലരുടെ പട്ടുമെത്തയൊക്കെ മാറ്റി ചിലർ ഓടാൻ തുടങ്ങും. അത് വായിക്കുന്നവൻ ഓടണം. എത്ര കൂട്ടുകാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? I believe that's a gesture, that's an attitude. ഇന്ന് രാത്രി മുതൽ വിഷൻ കൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന ചിലരുടെ കാലുകൾക്ക് ബലമായി. ബാല്യക്ക ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ, വെറുതെ കാത്തിരിക്കുന്നവരല്ല, ദർശനമുണ്ട് കാത്തിരിക്കുന്നവർ ചിറകടിച്ച് കയറും കഴുകനെ പോലെ. ഹല്ലേലൂയ. പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ കേട്ട വചനങ്ങളുടെ മുമ്പിൽ അടിയൻ ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. This is my prayer that every children, every youngsters, every girl, every boy, every young man, every woman, let them have a vision. Let them have a unique vision. അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ ഇന്ന് രാത്രി അത് എഴുതട്ടെ. അത് വായിക്കും തോറും അവരത് ഊർജ്ജസ്വലരായി തീരട്ടെ. ഇന്ന് രാത്രി അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, അവരുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ നഷ്ടപ്പെടുത്തുന്ന ഏതൊക്കെയോ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുന്നുണ്ട്. എൻ്റെ കർത്താവേ, അതല്ല, സ്വർഗം ആഗ്രഹിക്കുന്ന അളവിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ, യെസ്, ഇന്ന് രാത്രിയിൽ ചിലർ പുറത്തു വരട്ടെ. അങ്ങനെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നപ്പാ, അവരെ അങ്ങ് ഓണർ ചെയ്യണം, ദർശനമുള്ളവരായി തീരട്ടെ. ഇതൊരു ചെറിയ സ്പാർക്കാണ്, ഇതിൽ നിന്ന് കത്തണം കർത്താവേ. ബ്ലസ് ചെയ്യുന്നു, ആത്മാവിൽ നിറയ്ക്കണം, വർദ്ധിപ്പിക്കണം, യേശുവിൻ നാമത്തിൽ. ആമേൻ. Amen. Amen. Thank you. Thank you, Mom. Please continue.